ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും കൃത്യമായി പാലിക്കണം, ശ്രദ്ധിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മുടെ ശത്രുക്കളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ശത്രുവിനെ കുറിച്ച് ജാഗ്രതയുണ്ടാകണം, അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശ്വാസികൾ പ്രത്യേകിച്ചും ബോധവാന്മാരാകുകയും കെണികളിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ജാഗ്രത പാലിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മുടെ ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തരമായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് കാണാൻ കഴിയുന്ന നീക്കങ്ങളും ആസൂത്രങ്ങളുമൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രത്യക്ഷ ശത്രുക്കൾ, അഥവാ മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ശത്രുക്കൾ. രണ്ടാമത്തേതാണ് അതിലേറെ ഗൗരവമുള്ളത്. നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മെ ഏത് സമയവും വഴിതെറ്റിക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്ന ഇബ്ലീസും അവന്റെ കൂട്ടാളികളും. ഈ രണ്ട് തരം ശത്രുക്കളെ കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരോടും ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർക്ക് മനുഷ്യരിൽ നിന്നുള്ള ശത്രുവിനോട് സ്വീകരിക്കേണ്ടെന്ന നിലപാട് ഖുർആൻ അതിൻ്റെ 2-3 വശങ്ങൾ, 2-3 രീതികൾ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഒരു ശത്രു, മനുഷ്യകൂട്ടത്തിൽപ്പെട്ട നമ്മുടെ പ്രത്യക്ഷ ശത്രു നമ്മളോട് തെറ്റായ രീതിയിൽ ശത്രുതാപരമായി പെരുമാറുമ്പോൾ അവനോട് നല്ല രീതിയിൽ അങ്ങോട്ട് പ്രതികരിക്കുക. അതതിൻ്റെ ഒരു രീതിയാണ്. ഖുർആൻ പറഞ്ഞു, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും സമമാവില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നീ ഏറ്റവും നല്ല രീതിയിൽ പ്രതിരോധിക്കണം, തടുക്കണം. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം, നല്ല രീതിയിൽ പ്രതികരിച്ചാൽ നിന്റെ ശത്രു നിന്റെ ആത്മമിത്രമായി മാറുന്നത് നിനക്ക് കാണാം. അതതിൻ്റെ ഒരു രീതിയാണ്. രണ്ടാമത് ഖുർആൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു രീതി മാപ്പ് നൽകലാണ്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ, നീ മാപ്പ് നൽകണം. അവിവേകികളെ നീ അവഗണിക്കണം, അവരെ തിരിഞ്ഞു കളയണം, നീ നന്മ കൽപ്പിക്കണം. അതതിൻ്റെ രണ്ടാമത്തെ രീതിയായി പറഞ്ഞിട്ടുള്ളതാണ്. മൂന്നാമതൊരു രീതി ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, തത്തുല്യമായ രീതിയിൽ അങ്ങോട്ടും ചെയ്യാം. ഇതിനൊക്കെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. സന്ദർഭത്തിന്റെയും സാഹചര്യങ്ങളുടെയും തേട്ടവും നിബന്ധനയും പാലിച്ചുകൊണ്ട് ഇത് ചെയ്യാം. ഇതൊക്കെ അതിൻ്റെതായ രീതികളായി ഇങ്ങനെ 3 രീതികൾ വിശുദ്ധ ഖുർആൻ പ്രത്യക്ഷ ശത്രുവിനോട് നമ്മൾ സ്വീകരിക്കേണ്ടതായി ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഓരോന്നിന്റെയും സന്ദർഭവും സാഹചര്യവും അതിൽ ഏറെ ശ്രദ്ധിക്കുകയും പരിഗണനീയവുമാണ്. ഈ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ശത്രുക്കളിൽ
എല്ലാ ശത്രുക്കളെയും ഒരുപോലെയല്ല കാണേണ്ടത്. ഉള്ളിലുള്ള ശത്രുക്കൾ ഉണ്ടാകും, അവരെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്നത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ചരിത്രങ്ങൾ ഉദ്ധരിച്ച് പണ്ഡിതന്മാർ അക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചുരുക്കി പറയാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ സീനാ പർവ്വതത്തിലേക്ക് പോകുന്ന ചരിത്രം പ്രസിദ്ധമാണ്. 40 ദിവസം അവിടെ ഭജനമിരുന്ന് തൗറാത്ത് വാങ്ങിപ്പോരണം. ഇതാണ് അള്ളാഹുമായുള്ള വാഅദ്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോകുമ്പോൾ ബനൂ ഇസ്രായേലിന്റെ കാര്യം നോക്കാൻ തന്റെ സഹോദരനും പ്രവാചകനുമായ ഹാറൂൻ അലൈഹിസ്സലാമിനെ ചുമതലപ്പെടുത്തി. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്തും വാങ്ങി ബനൂ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, ഒരുപാട് ആളുകൾ സാമിരി എന്ന് പറയുന്ന മൂസാ നബിയുടെ ഖൗമിൽപ്പെട്ട പ്രത്യക്ഷത്തിൽ മുസ്ലിമായിരുന്ന കപടനായ സാമിരി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ഇതാണ് മൂസ അന്വേഷിച്ചു പോയ ദൈവം, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരുപാട് ആളുകൾ അത് വിശ്വസിക്കുകയും അതിനെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. മൂസാ നബി തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇത് കേവലം 40 ദിവസത്തിനുള്ളിൽ സംഭവിച്ചതാണ്. ഫിർഔൻ പതിറ്റാണ്ടുകൾ പണിയെടുത്തിട്ടും ബനൂ ഇസ്രായേലിൽ പെട്ട മൂസാ നബിയിൽ വിശ്വസിച്ച ഒരാളെപ്പോലും പഴയ വിശ്വാസത്തിലേക്ക്, അഥവാ ഫിർഔൻ ഇലാഹാണ്, റബ്ബാണ് എന്ന ആ ഒരു ആശയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പതിറ്റാണ്ടുകൾ പാടുപെട്ട് അധ്വാനിച്ചിട്ടും ഫിർഔനിന് സാധിച്ചിട്ടില്ല. അതാണ് സാമിരി വെറും 40 ദിവസം കൊണ്ട് അവൻ ചെയ്തത്. ഫിർഔന് പതിറ്റാണ്ടുകൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം കേവലം 40 ദിവസം കൊണ്ട് സാമിരിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത്, സാമിരി ഉള്ളിലുള്ള ശത്രുവാണ്, അവൻ അകത്തുള്ളവനാണ്. അതുകൊണ്ട് അവന്റെ ഫിത്നയാണ്, അത്തരത്തിലുള്ള ആളുകളുടെ ഫിത്നയാണ് ഏറെ ഭയപ്പെടേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലെ ചരിത്രം ഉദ്ധരിച്ച പണ്ഡിതന്മാർ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗൗരവമായി കാണേണ്ടുന്ന കാര്യമാണ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ള ശത്രു, അത് നമുക്ക് കാണാൻ കഴിയാത്ത അപ്രത്യക്ഷനായ ശത്രുവാണ്. അവനെ എങ്ങനെയാണ് അവനോട് പെരുമാറേണ്ടത്, അവന്റെ ഷെറിൽ അകപ്പെടാതെ, അവന്റെ കെണിയിൽ അകപ്പെടാതെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? പ്രത്യക്ഷ ശത്രുവിനോട് സ്വീകരിക്കേണ്ടെന്ന നിലപാടുകളൊന്നും അവനോട് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറി മിത്രമാക്കി മാറ്റാം എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല, നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിശാച് നമ്മെ വഴിതെറ്റിക്കുവാൻ ഉപയോഗിക്കുന്ന മേഖല പരിമിതമല്ല, എല്ലാ മേഖലകളിലും അവൻ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. പണ്ഡിതന്മാരെയും സാധാരണക്കാരനെയും ഭരണാധികാരികളെയും ആണിനെയും പെണ്ണിനെയും എന്ന് വ്യത്യാസമില്ലാതെ സകലരെയും വഴിതെറ്റിക്കുവാൻ അവൻ ശ്രമിക്കും. ഓരോരുത്തരെ എന്തിൽ കേറി പിടിക്കണമെന്ന് അവൻ അറിയാം. അങ്ങനെ അവൻ മുഴുവൻ മനുഷ്യരെയും വഴിതെറ്റിക്കുമെന്ന് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനാക്കുന്ന, പുറത്താക്കുന്ന വേളയിൽ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനിത് ഈ സമയത്ത് പ്രത്യേകം പറയുന്നത്, റമദാൻ കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല. റമദാനിൽ ഉണ്ടായിരുന്ന ആ ഒരവസ്ഥയല്ല ഇപ്പോൾ. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് റമദാനിലുള്ള നമ്മുടെ ആരാധനകളിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലും ഖുർആനുമായുള്ള നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ അദ്കാറുകളിലും നമ്മുടെ സ്വലാത്തുകളിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ ഗ്രാഫ് താഴ്ന്നു പോയിട്ടുണ്ട്. പിശാചിനെ റമദാനിൽ അല്ലാഹു തആല കെട്ടിയിടും, അവൻ ഇപ്പൊ തുറന്നു വിട്ടിട്ടുണ്ടാവും. അപ്പൊ അവൻ പണിയെടുക്കും. അവന്റെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ
നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായി പറയുകയാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് അവനെ പുറത്താക്കുന്ന വേളയിൽ അവൻ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സൂറ അഅറാഫിന്റെ 16 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. ഒരിടത്ത് മാത്രമല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരെ ഞാൻ വഴിപിഴപ്പിക്കും എന്നവൻ പറഞ്ഞിട്ടുള്ള കാര്യം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം 7 ഇടങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹ് ഒരു വട്ടം തന്നെ പറഞ്ഞാൽ അതേറെ ഗൗരവം അർഹിക്കുന്ന കാര്യമാണ്. അത് 7 തവണ ആവർത്തിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം, അത് നമ്മുടെ ശ്രദ്ധ ആ മേഖലയിൽ എത്ര കണ്ട് പതിയേണ്ടതുണ്ട് എന്നതാണ് കാര്യം ബോധ്യപ്പെടുത്തുന്നത്. സൂറ അഅറാഫിൽ അവൻ പറഞ്ഞ കാര്യം അല്ലാഹു തആല ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുവേ, നീ എന്നെ വഴിപിഴപ്പിച്ചത് കാരണം ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ നേർവഴിയിൽ അവരെ ഫിത്നയിലാക്കാൻ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. ഇവിടെ സിറാത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? സിറാത്ത് എന്ന് പറയുന്നതിന് സ്വഹാബികളിൽ നിന്ന് താബിഈകളിൽപ്പെട്ട ഖുർആൻ പണ്ഡിതന്മാരിൽ നിന്നും ഉള്ള അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ 3 കാര്യങ്ങളിൽ പണ്ഡിതന്മാർ അതിനെ ചുരുക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഹജ്ജ് ചെയ്യുന്നതിൽ നിന്ന് അവരെ ഞാൻ തടുക്കും എന്നാണ്. ഹജ്ജ് ചെയ്യാൻ പോകാൻ സമ്മതിക്കൂല. അത് വളരെ ഗൗരവമാണ്. ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, അവന്റെ കയ്യിൽ ധാരാളം കാശുണ്ട്, ആ കാശൊക്കെ ഉണ്ട്, ആരോഗ്യമുണ്ട്, യാത്ര ചെയ്ത് പോയി നിർവഹിച്ചു വരാവുന്ന നിർഭയത്വമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹജ്ജ് നിർവഹിക്കാത്ത ആളുകളുണ്ട്. അത്തരം കാര്യങ്ങൾ, അത്തരം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ അവർക്ക് തടസ്സം സൃഷ്ടിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുള്ളത്, ഹജ്ജ് ചെയ്യാനുള്ള ശേഷിയും കഴിവും എല്ലാം ഉണ്ടായിട്ടും അത് ചെയ്യാത്ത ആളുകളുടെ മേൽ അവർക്ക് ഞാൻ ജിസിയ ചുമത്തിയെങ്കിലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. ജിസിയ എന്ന് പറയുന്നത് മുസ്ലിം ഭരണകൂടത്തിന് കീഴിൽ കഴിയുന്ന അമുസ്ലിങ്ങളാണ് ജിസിയ കൊടുക്കേണ്ടത്. അവരൊക്കെ എന്താ ജിസിയ വാങ്ങുക? അപ്പോ മുസ്ലിം ഭരണകൂടത്തിൽ കഴിയുന്ന ഒരു അമുസ്ലിമിനെ പോലെ സാമ്പത്തികമായ ശേഷിയുണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത ആളുകളോട് ആ രീതിയിൽ അവരുടെ മേൽ ജിസിയ ചുമത്താൻ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഗൗരവം അർഹിക്കുന്ന കാര്യമാണ്. ഈ അഭിപ്രായമാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന സ്വഹാബികളുടെ കൂട്ടത്തിലെ ഖുർആൻ പണ്ഡിതനായ, ഹദീസ് പണ്ഡിതനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു തആല എന്ന് പറയുന്ന മറ്റൊരു സ്വഹാബി പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാം എന്ന് തടുക്കുന്ന, ഇത് പരസ്പരം വൈരുദ്ധ്യമല്ല, ചില ആളുകൾ ഓരോ വശങ്ങൾ പറഞ്ഞതാണ്. ഇസ്ലാം സ്വീകരണം അല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളും അതിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് അതിന്റെ വിധി വിലക്കുകളൊക്കെ പാലിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ഞാൻ അവർക്ക് തടസ്സം സൃഷ്ടിക്കും. അത് വിശാലമായ അർത്ഥമാണ്. മഹാനായ മുജാഹിദ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, സത്യം പറയുന്നതിൽ നിന്ന് തടുക്കും. സത്യം പറയാൻ സമ്മതിക്കൂല. കളവ് പറയാ, അള്ളാന്റെ പേരിൽ കളവ് പറയാ, റസൂലുള്ളാഹിയുടെ പേരിൽ കളവ് പറയാ, സഹാബത്തിന്റെ പേരിൽ കളവ് പറയുക, പരസ്പരം സഹോദരങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് പറയുക. ഇങ്ങനെ സത്യം പറയുന്നതിന് മുമ്പിൽ ഞാൻ അവർക്ക് തടസ്സം സൃഷ്ടിക്കും എന്നതാണ് അതിന്റെ ഉദ്ദേശ്യമെന്ന് കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് അവൻ സ്വീകരിക്കുന്നത്. അതിനവൻ സ്വീകരിക്കുന്ന ഒരുപാട് വഴികളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. ആ ഒരൊറ്റ ഹദീസ് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ പിശാചിന്റെ ഈ കെണിവല എന്ന് പറയുന്നത് എത്ര വിശാലമാണ്
എത്ര വലിയ കെണിയാണ് അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ചുരുക്കി ഞാൻ അത് വിവരിക്കാം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പിശാച് ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ, അല്ലെങ്കിൽ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കാൻ ഒരുങ്ങുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ അവൻ തടസ്സം സൃഷ്ടിക്കുന്നത് തുസ്ലിം വതദറു ദീനക വദീന ആബായിക്, മുസ്ലിമാകാൻ ഒരുങ്ങുന്ന ഒരാളുടെ മനസ്സിൽ അവൻ ഇട്ടുകൊടുക്കും, നീ മുസ്ലിമാകാണോ, നിന്റെ പിതാക്കളുടെ മതം ഒഴിവാക്കി ഇസ്ലാം സ്വീകരിക്കുകയാണോ നീ? നമ്മൾ പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ട് നീ പുതിയ ഒരു കാര്യം സ്വീകരിക്കുകയാണോ എന്ന് ദുർബോധനം നൽകും. പാരമ്പര്യത്തെ കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ ഇട്ടുകൊടുത്ത് സത്യമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവൻ ശ്രമിക്കും എന്നർത്ഥം. പാരമ്പര്യം എന്ന് പറയുന്ന മനുഷ്യന്റെ വലിയൊരു വികാരമാണ്. അത് പെട്ടെന്ന് അതിനോട് വിട ചൊല്ലാനും അതിനെ മാറ്റി നിർത്തുവാനും പലർക്കും കഴിയില്ല. ആ ഒരു പോയിന്റിൽ കയറി പിടിച്ചിട്ട് അവൻ പറയും, ഈ പാരമ്പര്യമൊക്കെ ഒഴിവാക്കി നീ പുതിയ ഒരാളായി പുതിയൊന്ന് സ്വീകരിക്കുകയാണോ എന്നവൻ ആളുകളോട്, ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പാരമ്പര്യത്തെ നിരുപാധികമായി തള്ളിക്കളയേണ്ടതില്ല. പ്രമാണവിരുദ്ധമായ പാരമ്പര്യത്തെയാണ് നമ്മൾ തള്ളേണ്ടത്. വിശ്വാസത്തിന് ഊനൽ തട്ടുന്ന പാരമ്പര്യങ്ങളുമായി സമരസപ്പെട്ടു പോകാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. പാരമ്പര്യവും ദീനും സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ ദീനിന്റെ പക്ഷത്ത് നിൽക്കണം. ദീനിന് എതിരല്ലാത്ത പാരമ്പര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അത് ദീനിന്റെ മറ്റു പ്രമാണങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അവൻ കയറിപ്പിടിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിന്റെ പിതാക്കളുടെ മതം ഒഴിവാക്കുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നിർവഹിക്കുന്ന സമയത്ത് നബിയോട് ഖുറൈശികൾ, ശത്രുക്കൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, അതല്ല മുഹമ്മദ്, നീയാണോ ശരിയാ റൂട്ടിലുള്ളത് അതോ അബ്ദുൽ മുത്തലിബാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പാരമ്പര്യത്തെയും പ്രപിതാക്കളുടെയും മാർഗം ചൂണ്ടിക്കാണിച്ച് ആ ഒരു വികാരം ഇളക്കി മറിക്കാനും അതിനാളി കത്തിക്കുവാനുമുള്ള ശ്രമങ്ങളായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ അവന്റെ പണിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. എത്രത്തോളം എന്നോ സഹോദരന്മാരെ, പാരമ്പര്യത്തിന്റെ പേരിലും തെറ്റാണ് എന്ന് ചെയ്യുന്നത് പൂർണ്ണമായും തെറ്റായിരിക്കും. പക്ഷേ പരമ്പരാഗതമായി ചെയ്തു വരുന്ന കാര്യമാണ്, അതുകൊണ്ട് ഒഴിവാക്കാൻ വയ്യ. ആ ഒരു ചിന്ത മനസ്സിലിട്ട് കൊടുക്കും. ഈ ഹദീസിന്റെ അവിടെ വായിച്ച ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള, മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന സമയത്തും അറബികൾ ഹജ്ജ് ചെയ്തിരുന്നു. ത്വവാഫ് ചെയ്യുന്ന വേള, ഹജ്ജിന്റെ ഭാഗമാണല്ലോ ത്വവാഫ്. ത്വവാഫ് ചെയ്യുന്ന വേളയിൽ ആണും പെണ്ണും പൂർണ്ണ നഗ്നരായിട്ടാണ് ത്വവാഫ് ചെയ്തിരുന്നത്. ഒരു നൂൽബന്ധം പോലുമില്ലാതെ അവർ ത്വവാഫ് ചെയ്തു. അതാണ് നമ്മുടെ പാരമ്പര്യം. അങ്ങനെ അവർ ചെയ്തു. അവർക്കതിന് ന്യായമുണ്ട്. അവർ പറയുന്ന ന്യായം, നമ്മൾ ധരിച്ച ഈ ഡ്രസ്സ് ധരിച്ച് നമ്മൾ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാപം ചെയ്ത ഈ വേഷം ത്വവാഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ത്വവാഫ് ചെയ്തു. വസ്ത്രം ധരിച്ച് ത്വവാഫ് ചെയ്തിരുന്നത് ഖുറൈശികൾ മാത്രമാണ്. അപ്പൊ വസ്ത്രം അഴിച്ചു വെച്ചാണ് അവർ ത്വവാഫ് ചെയ്തിരുന്നത്. ത്വവാഫ് ചെയ്യാൻ വരുന്ന ഒരാളുടെ കയ്യിൽ പുതിയ വസ്ത്രമുണ്ടെങ്കിൽ, ആ വസ്ത്രം ആദ്യമായിട്ട് ധരിക്കുന്ന വസ്ത്രമാണെങ്കിൽ അതെടുത്ത് ത്വവാഫ് ചെയ്യും. അതുകൊണ്ട് അത് വേറൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ ത്വവാഫ് കഴിഞ്ഞാൽ ഈ വസ്ത്രം ഒഴിവാക്കും. അതുകൊണ്ട് പിന്നെ ദ്രവിച്ചു പോകല, പിന്നെ അത് ആരും എടുക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഖുറൈശികൾ അവർക്ക് വസ്ത്രം കൊടുക്കണം, അതെടുത്ത് അവർ ത്വവാഫ് ചെയ്യും. ഇതൊക്കെ പാരമ്പര്യത്തിന്റെ പേരിൽ അവൻ മനസ്സിലിട്ട് കൊടുക്കുന്ന ചില കാര്യങ്ങൾ. അങ്ങനെ ആളുകൾ ചെയ്യും. ഞാൻ പറയുന്നത്, ആ ഒരു ചിന്ത മനസ്സിൽ കടന്നുകൂടിയാൽ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളുടെ ശരിയും ശരികേടും ആളുകൾ ചിന്തിക്കില്ല. ആ വിധം അവൻ
മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും എന്നാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇസ്ലാം സ്വീകരിച്ചു, ആ ദീനനുസരിച്ച് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവന് വരുന്നു. ആദർശ സംരക്ഷണാർത്ഥം താൻ നാട് വിട്ടു പോകുന്ന വേളയിൽ അവിടെ ഇബ്ലീസ് വന്നിട്ട് ഇവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കും. അവൻ പറയും, നീ ഹിജ്റ പോവുകയാണോ? തുഹാജിർ വതദഉ അർളക വസമാക്, നിന്റെ ഈ ഭൂമിയും ആകാശവും നീ ജനിച്ചു വളർന്ന ഈ നാടും വീടും ഒക്കെ വിട്ട് നീ മറ്റൊരു നാട്ടിലേക്ക് പോകുകയാണോ എന്ന് പറഞ്ഞിട്ട് അവൻ പറയും, സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കുന്നതിന്റെ അവസ്ഥ കെട്ടിയിട്ട കുതിരയെ പോലെയായിരിക്കും. കെട്ടിയിട്ട കുതിരകൾക്ക് പരിമിതമായ സ്വാതന്ത്ര്യം ഉണ്ട്. ആ കയറിന്റെ നീളനുസരിച്ചുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. ഇതുപോലെയാകും നീ വിദേശിയായി മാറിയാൽ, നീ പരദേശിയായി മാറിയാൽ. അതുകൊണ്ട് ഇപ്പോൾ നിനക്ക് ഈ ജന്മനാട്ടിൽ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം അത് നീ മറ്റൊരു നാട്ടിൽ പോയാൽ നിനക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് അവനെ ഹിജ്റയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അതൊക്കെ അവഗണിച്ച് അവൻ ഹിജ്റ പോകുന്നു. അവന് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. യുദ്ധം ചെയ്യണമെന്ന, ജിഹാദ് ചെയ്യണമെന്നൊരു സാഹചര്യം വന്നാൽ ജിഹാദിന് ഒരുങ്ങി പുറപ്പെടുന്ന മനുഷ്യന്റെ മനസ്സിൽ അവനിട്ട് കൊടുക്കുന്ന ഒരു വികാരം, അവൻ പറയും, നീ ജിഹാദിന് പോകുകയാണോ? നീ യുദ്ധത്തിന് പോയാൽ നീ കൊല്ലപ്പെടും. നിന്റെ ഭാര്യ അവൾ പുനർവിവാഹത്തിൽ ഏർപ്പെടും. അവൾ മറ്റൊരാളുടെ ഭാര്യയായി മാറും. നിന്റെ കടപ്പറ പങ്കിട്ട, നിന്നോട് ഉപാധികളില്ലാതെ നിന്നെ സ്നേഹിച്ച നിന്റെ ഭാര്യ മറ്റൊരാളുമായി കിടപ്പറ പങ്കിടുന്ന ഒരവസ്ഥ നിനക്ക് സഹിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് മാത്രമല്ല, നീ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കി നിന്റെ സമ്പത്ത് മുഴുവനും നിനക്ക് നഷ്ടപ്പെട്ടു, അതൊന്നും അനുഭവിക്കാൻ നിനക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഇത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് റസൂലുള്ളാഹി എണ്ണി പറഞ്ഞത്. ഇത് നമ്മുടെയും ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ പലയിടങ്ങളിലും അത് കാണാൻ പറ്റും. ഇബാദത്തിന്റെ കാര്യത്തിലായിരുന്നാലും വ്യാപാര ഇടപാടുകളുടെ മേഖലകളിലായിരുന്നാലും ഒക്കെ ഇത് കാണാൻ പറ്റും. എല്ലാ ആളുകളും കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നു, വഞ്ചന കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ മാത്രം ഒരു മുത്തഖിയായാൽ ഈ കച്ചവട രംഗത്ത്, മാർക്കറ്റിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തട്ട് തരും. മക്കളുടെ വേഷവിധാനം, അവർക്ക് ഡ്രസ്സ് എടുക്കുമ്പോ അവിടെയൊക്കെ ഈ വികാരം, എന്റെ കുട്ടികൾ മാത്രം ഇങ്ങനെ ഇട്ടിട്ട് അവന്റെ കൂട്ടുകാരികളൊക്കെ മോഡൽ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കുട്ടി മാത്രം അതിൽ നിന്ന് വേറിട്ട് ഒരു പ്രാകൃതനായി ജീവിക്കുന്ന അവസ്ഥ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന ഒരാളായി മാറും. വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ ഒഴുക്കിനെതിരെ ജീവിക്കാൻ കഴിയണം. പാരമ്പര്യങ്ങളുടെയും ദുർബോധനങ്ങളുടെയും അതിനെതിരായി പിശാചിനെ ധിക്കരിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. റസൂൽ തുടർന്ന് പറഞ്ഞത്, അവൻ മനസ്സിലിട്ട് തരുന്ന സകലമാന ദുർബോധനങ്ങളെയും അവഗണിച്ച് അവൻ ഇസ്ലാം സ്വീകരിക്കുകയും ഹിജ്റ പോകേണ്ടുന്ന സാഹചര്യം വന്നാൽ ഹിജ്റ പോകുകയും ജിഹാദ് നിർവഹിക്കേണ്ടെന്ന ഘട്ടം വന്നാൽ അത് നിർവഹിക്കുകയും ഒക്കെ ചെയ്ത് അവന്റെ ദുർബോധനങ്ങളെ മുഴുവനും പ്രതിരോധിച്ച് അതിനെ മുഴുവനും പ്രതിരോധിച്ച് തോൽപ്പിച്ച് നീ മുന്നോട്ട് പോയാൽ നീ എങ്ങനെ മരിച്ചാലും നിനക്ക് അല്ലാഹു തആല സ്വർഗം തരും എന്നാണ് ഹദീസിന്റെ അവസാന ഭാഗത്തുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ യഥാവധി ശ്രദ്ധിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്.
അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ പരിഹാരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതിൽ അതിപ്രധാനം ഖുർആനുമായുള്ള ബന്ധം പുലർത്തലാണ്. ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ മർത്തബയിൽ നിൽക്കുന്നത് ഖുർആനാണ്. നമ്മൾ കൃത്യമായി ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ദിക്റുകൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്താൽ അവന്റെ സകലമാന കുതന്ത്രങ്ങളെയും അതിനെ നിഷ്ഫലമാക്കി മാറ്റാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയുംദി ശൈത്താനഹു കമാ യുംദി അഹദുക്കും ബഈറഹു ഫിസ്സഫർ. ഒരാള് ഒരു യാത്ര ചെയ്യുന്ന ആള് തന്റെ ഒട്ടകത്തെ അതിന്റെ മൂക്ക് കയറും അതിന്റെ നെറുകിലും പിടിച്ച് അവന്റെ വാഹന മൃഗത്തെ അവന് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ അതേപോലെ നിങ്ങൾക്ക് ശൈത്താനെ പരാജയപ്പെടുത്താനും നിയന്ത്രിക്കാനും പറ്റും. അതിനെന്ത് വേണം? അതിന് വേണ്ടത് ഖുർആൻ പാരായണമാണ്, ദിക്ർ ചെല്ലലാണ്. ദിക്ർ ചെല്ലിയാൽ അവൻ പിന്തിരിഞ്ഞു പോകും. ശൈത്താന്റെ ഒരു പേര് ഖന്നാസ് എന്നാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് എന്ന് പറഞ്ഞ സൂറ, അവസാനത്തെ സൂറത്തിൽ അവനെ കുറിച്ച് ഖന്നാസ് എന്നാണ് അവന്റെ പേര്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോ പിന്തിരിഞ്ഞു പോകുന്നവൻ എന്നാണ്. ദിക്റിന്റെ മുമ്പിൽ പിടിച്ചിക്കാൻ കഴിയില്ല, ഖുർആന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എപ്പോഴാണോ നമ്മൾ ഇതിന് പിറകോട്ട് പോകുന്നത് അപ്പോഴാണ് കേറിക്കൂടുക. അതുകൊണ്ട് അവനെ പിടിച്ചു കെട്ടാനുള്ള മാർഗം ദിക്റുകളാണ്, ഖുർആൻ പാരായണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വളരെ കൃത്യമായ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ ചൊല്ലുക, പ്രത്യേകിച്ച് അദ്കാറുസ് സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, അത് വലിയൊരു സംരക്ഷണമാണ്. നമ്മൾ ജീവിതത്തിൽ അത് ചെല്ലാത്തൊരു കാലവും ചെല്ലുന്ന കാലവും താരതമ്യം ചെയ്താൽ മനസ്സിലാവും. പതിവായി ഇത് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം അവൻ ചെയ്യാതെ പോയാലുണ്ടാകുന്ന അവസ്ഥയും ചെയ്യുമ്പോൾ കിട്ടുന്ന മനസ്സംതൃപ്തിയും തമ്മിൽ താരതമ്യം ചെയ്താൽ അതിന്റെ പ്രാധാന്യവും അതുകൊണ്ട് ഗുണഫലങ്ങളും പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ദിക്റുകൾ, അതില് പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷ കിട്ടാൻ മറ്റിയ നല്ലൊരു മാർഗമാണത്. മറ്റൊന്ന് ഇസ്തിആദയാണ്, ശരണം തേടുക, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക, പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷ ചോദിക്കുക. നമസ്കാരത്തിൽ ഉദു ഉണ്ടാക്കുന്ന വേളയിൽ ഒക്കെ നമ്മെ ശല്യപ്പെടുത്താൻ ശൈത്താൻ ഉണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് രക്ഷപ്പെടാനുള്ള മാർഗം ഇസ്തിആദയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ ഓതുമ്പോ അഊദ് ഓതണം, ഇസ്തിആദ ചൊല്ലണം. എപ്പോഴാണ് അഊദ് ഓതേണ്ടത് എന്നതിൽ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട്. ചില ആളുകൾ പറയുന്നത് ഖുർആൻ ഓതുന്നതിന്റെ ആദ്യം അഊദ് ഓതണം എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയുന്നത് അവസാനമാണ് ഓതേണ്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയുന്നത് ആദ്യവും അവസാനവും ഓതണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അവസാനം ഓതണം അല്ലെങ്കിൽ ആദ്യവും അവസാനം ഓതണം എന്നുള്ള രണ്ടഭിപ്രായങ്ങളും ശരിയല്ല. ആദ്യമാണ് ഓതുന്നത്. ഞാൻ പറഞ്ഞത് എന്തിനാണ് അവസാനം ഓതണം എന്ന് പറയുന്നത്, അത് അഭിപ്രായം ശരിയല്ല, എന്ന് ശരിവെച്ചുകൊണ്ടല്ല പറയുന്നത്. ഞാനിതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്തിനാണ് ചില പണ്ഡിതന്മാർ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അഊദ് ഓതണം എന്ന് പറയുന്നത്? കാരണം ഖുർആൻ പോലെയുള്ള പാരായണം പോലെയുള്ള ഒരു ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ മനസ്സിൽ പിശാചിട്ട് കൊടുക്കുന്ന ഒരു ദുർബോധനമുണ്ട്. ഞാൻ മറ്റു വല്ല പോലെ ഞാൻ നന്നായി ഖുർആൻ ഓതനാണ്, അത് മതി, അങ്ങനെ ഒരു ബോധം. അപ്പൊ അവരുടെ ഒരു അള്ളാഹുവിനോട് ശരണം തേട എന്നാണ് അവരുടെ ന്യായം.
പക്ഷേ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ അത് ആദ്യം ഓതുന്നതിനാണ് രേഖകളുള്ളത്. ഈ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അതിനെ ശരിവെച്ചുകൊണ്ടല്ലെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒരു ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മറ്റവനെ പോലെയൊന്നുമല്ല, ഞാൻ ഇബാദത്തിൽ കുറച്ച് മറ്റുള്ള ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഒരു വലിയ മേഖലയിലാണ്, ഉന്നതമായ ഒരു വിധാനത്തിലാണ് എന്ന ചിന്തയ്ക്ക് വരും. ഇതാണ് ഉജുബ് എന്ന് പറയുന്നത്. അകപ്പെരുമ എന്ന് പറയുന്ന മാരകമായ ഒരു രോഗമുണ്ട്. അത്തരത്തിലെ രോഗത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനുള്ള ഏറ്റവും കുറ്റമറ്റ മാർഗം, അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും പിശാചിന്റെ കെണിയിൽ അകപ്പെടാതെ സുരക്ഷിതരായി ജീവിച്ച് സ്വർഗപ്രവേശനം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ എവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.